ഹായ്, മാത്സിലെ 10ാം ക്ലാസ് CBSE മാത്സിലെ ഒരു 5th ചാപ്റ്റർ ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അതിൽ ഒരു 3-4 ഫോർമുല മാത്രമേ ഉള്ളൂ. ആ ഫോർമുല അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഞാൻ ഇന്ന് കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാം. ഈ AP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ്. ഈ APയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. AP എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് ആർ കാൾഡ് AP എന്ന് പറയാം. ഇപ്പൊ ഞാൻ 1, 2, 3, 4 എക്സെട്ര ഈ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് AP എന്ന് പറയാൻ പറ്റും. ഈ AP എന്ന് പറയുമ്പോഴത്തേന് ഈ സീരീസ് ഓഫ് നമ്പേഴ്സിൽ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ അങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കൺഫേം ആയിട്ട് ഒരു ലാസ്റ്റ് നമ്പറും കാണും. ശരിയാ, ലാസ്റ്റ് നമ്പർ ഏതാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ nth ടേം എന്ന് പറയും. അപ്പൊ ഇതിന് ഒരു ഫോർമുല ഉണ്ട്, nth ടേം ഓഫ് ആൻ AP. ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ ഇതിനെ ഫസ്റ്റ് ടേമിനെ നമ്മൾ A എന്ന് റെപ്രസെന്റ് ചെയ്യും. A is equal to ഫസ്റ്റ് ടേം. പിന്നെ ഈ സെക്കൻഡ് ടേമിന്റെയും ഫസ്റ്റ് ടേമിന്റെയും ഡിഫറൻസ് അതിന് നമ്മൾ D എന്ന് പറയും. D is equal to A1 മൈനസ് A എന്ന് പറയാം. ഇത് A, ഇത് A1, A2, A3 അങ്ങനെ പോകുമ്പോഴത്തേനും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് കാൾഡ് D, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഈസ് കാൾഡ് D. കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഇനി nth ടേം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. AN ഈസ് ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. ഇതാണ് ഫോർമുല, നല്ല മനസ്സിലാക്കി പഠിക്കുക. AN ഈസ് ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. ഈ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ടുള്ള ഒരു 2-3 പ്രോബ്ലംസ് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, determine the AP whose 5th term is 5 and the sum of the 3rd and 8th term is 54. ഇതാണ് ക്വസ്റ്റ്യൻ. Determine the AP whose 5th term, നമുക്ക് പറയാം ഫസ്റ്റ് ടേമിനെ നമ്മൾ A1 എന്ന് റെപ്രസെന്റ് ചെയ്യും, സെക്കൻഡ് ടേമിനെ A2 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യും. അതേപോലെ 5th ടേമിനെ നമുക്ക് A5 എന്ന് എഴുതാം. അപ്പൊ 5th ടേം A5 ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തിട്ടുണ്ട്. 5th ടേം ഈസ് 5 ആൻഡ് ദാറ്റ് ഓഫ് സം ഓഫ് 3rd and 8th ടേം. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ A3, അതേപോലെ 8th ടേം എന്ന് പറഞ്ഞാൽ A8. ഇത് രണ്ടിന്റെ സം ഓഫ് തേർഡ് ടേം ആൻഡ് 8th ടേം ഈസ് 34. ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് AP കണ്ടുപിടിക്കണം, അതിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് A5ന് ഒരു ട്രിക്കാണ്, A പ്ലസ് 4D എന്ന് എഴുതാം. A പ്ലസ് 4D ഈസ് ഈക്വൽ ടു 5. ഓക്കെ, 5th ടേമിന് നമുക്ക് A പ്ലസ് 4D എന്ന് എഴുതാം. അതേപോലെ 6th ടേമിന് നമുക്ക് A പ്ലസ് 5D എന്ന് എഴുതാം. ഒരു നമ്പർ നമുക്ക് കുറച്ച് എഴുതുക. ഇവിടെ 5 കിടന്നാൽ ഇവിടെ 4 എഴുതുക, ഇവിടെ 6 കിടന്നാൽ ഇവിടെ 5 എഴുതുക, ഇവിടെ 8 കിടന്നാൽ ഇവിടെ 7 എഴുതുക. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം 5th ടേം ആയതുകൊണ്ട് തന്നെ A പ്ലസ് 4D ഈസ് ഈക്വൽ ടു 5. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അതേപോലെ തേർഡ് ടേമിന് നമുക്ക് A പ്ലസ് 2D എന്ന് എഴുതാം. പ്ലസ് 8th ടേമിന് A പ്ലസ് 7D എന്ന് എഴുതാം, ഈക്വൽ ടു 34. ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് എഴുതിയെന്ന് കേട്ടാൽ ഇത് രണ്ടിന്റെ സമ്മാണ് 34 എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇത് ആഡ് ചെയ്യുക. A പ്ലസ് A 2A പ്ലസ് 7D പ്ലസ് 2D 9D. അപ്പൊ 2A പ്ലസ് 9D ഈക്വൽ ടു 34. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനിൽ നമുക്ക് എയുടെ വാല്യൂവും ഡിയുടെ വാല്യൂവും കണ്ടുപിടിക്കണം. അപ്പൊ എയുടെ വാല്യൂവും ഡിയുടെ വാല്യൂവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ, നമ്മൾ ക്വാഡ്രാറ്റിക് ഓൾറെഡി നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്, പോളിനോമിയൽസിൽ പഠിച്ചിട്ടുണ്ട് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ A പ്ലസ് 4D ഈസ് ഈക്വൽ ടു 5, 2A പ്ലസ് 9D ഈക്വൽ ടു 34. 2 ഇക്വേഷൻ എടുക്കുക. എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോഎഫിഷ്യന്റിനെ സെയിം ആക്കുക. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ ഇവിടെ 2 ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷന് ഇൻറ്റു 2 വെച്ച് ചെയ്യുക. ഇൻറ്റു 2 വെച്ച് ചെയ്യുമ്പോഴത്തേനും 2A പ്ലസ് 8D ഈക്വൽ ടു 10 വരും. സെക്കൻഡ് ഇക്വേഷൻ 2A പ്ലസ് 9D ഈസ് ഈക്വൽ ടു 34 വരും. എലിമിനേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് കോഎഫിഷ്യന്റ് സെയിം ആക്കുക. ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ്, 9ന്റെ ഡിയുടെ കോഎഫിഷ്യന്റ് സെയിം ആക്കാം, ഇല്ലെങ്കിൽ എയുടെ കോഎഫിഷ്യന്റ് സെയിം ആക്കാം. കോഎഫിഷ്യന്റ് സെയിം ആക്കിയതിനു ശേഷം സെക്കൻഡ് ഇക്വേഷന്റെ സൈൻ ഫുള്ളാ ചേഞ്ച് ആക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടുക. അപ്പൊ 2A ക്യാൻസൽ ആവും. ഇനി 8 മൈനസ് 9 എന്ന് പറഞ്ഞാൽ മൈനസ് 1D ആണ്. 8 മൈനസ് 9 എന്ന് പറയുമ്പോൾ മൈനസ് 1D, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 34 എന്ന് പറയുമ്പോഴത്തേനും മൈനസ് 24 ആണ് അല്ലെ. മൈനസ് ക്യാൻസൽ ആവും. D ഈസ് ഈക്വൽ ടു 24. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 24 എന്ന് കിട്ടി.
ഈ ഡിയുടെ വാല്യൂവിന് എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ അപ്ലൈ ചെയ്യുക, എയുടെ വാല്യൂ കിട്ടും. എ പ്ലസ് 4 ഇൻറ്റു ഡി, ഡിയുടെ പ്ലേസിൽ 24, 4 ഇൻറ്റു 24 ഈസ് ഈക്വൽ ടു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുക 96 വരും. 4 4s are 16, 4 2s are 8, 8 plus 1 9, 96 വരും. എ പ്ലസ് 96 ഈക്വൽ ടു 5, എ ഈസ് ഈക്വൽ ടു 5 മൈനസ് 96, പ്ലസ് 96 അങ്ങോട്ട് പോകുമ്പോഴത്തേനും മൈനസ് 96 ആവും. എ മൈനസ് 96 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 91. സോ ഫസ്റ്റ് ടേം വന്നിട്ട് മൈനസ് 91, കോമൺ ഡിഫറൻസ് വന്നിട്ട് 24. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ പി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം അങ്ങനെ എഴുതുക, മൈനസ് 91. ഈ മൈനസ് ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡി ആഡ് ചെയ്യുക. ഡി ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. ഇവിടെ ഡി ആഡ് ചെയ്യുമ്പോഴത്തേനും മൈനസ് 91 പ്ലസ് 24 ആണ്. അപ്പോൾ ഒരു നമ്പർ മൈനസ് ഒരു നമ്പർ പ്ലസിലാണ് കിടപ്പുള്ളത്. ആഡ് ചെയ്യുമ്പോഴത്തേനും മൈനസ് 67 വരും. മൈനസ് 91 അതിലൂടെ 24 ആഡ് ചെയ്യുമ്പോഴത്തേനും മൈനസ് 67 വരും. ഈ മൈനസ് 67ന്റെ കൂടെ വീണ്ടും 24 ആഡ് ചെയ്യുക. 24 ആഡ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ 3 വരും, 4 വരും, മൈനസ് 43 വരും, എക്സെട്ര. ദിസ് ഈസ് ദ എ പി. ഓക്കെ, നമ്മൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡി കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി നമ്മൾ ഫസ്റ്റ് ടേമും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പി കിട്ടും. ഓക്കെ, അങ്ങോട്ട് പോകാനായിട്ട് ആഡ് ചെയ്യുക, തിരിച്ചെടുക്കുമ്പോഴത്തേനും മൈനസ് ചെയ്യുക. ഓക്കെ, ഇതാണ് സമ്മ.